പൊടി വാട്ടിയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പി ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാട്ടി പുട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഈ ഒരു കപ്പിന് 2 കപ്പ് വെള്ളത്തിന് 1.25 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചില പൊടിക്ക് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. പിന്നെ നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് വേണം പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റുള്ള പുട്ട് കിട്ടുക. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പച്ചപ്പൊടി എങ്ങില്ലാത്ത പോലെ പിടി ചെയ്ത് മിക്സ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ എന്നെ പോലെയൊക്കെ പൊടിയും വെള്ളത്തിൻ്റെ അളവൊക്കെ ഓർത്തിരിക്കാൻ മടിയുള്ളവരാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ട് പൊടി ഇടുന്നതിന് തൊട്ട് മുമ്പ് ആ വെള്ളം കുറച്ച് ഒരു പാത്രത്തിൽ കോരി വയ്ക്കുക. എന്നിട്ട് പൊടിയൊക്കെ ഇട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഭയങ്കര ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നനയാത്ത ഭാഗത്ത് ഒഴിച്ചു കൊടുത്ത് ഇളക്കി എടുക്കുക കേട്ടോ. നനച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണും പോലെ വലിയ തരിയും ചെറിയ തരിയൊക്കെ ആയിട്ട് വേണം. മൊത്തത്തിൽ ഇങ്ങനെ വലിയ ഉണ്ട പോലെ ആയി പോകരുത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിന് ഒരു അര ഭാഗമൊക്കെയാണ് പൊടി ഇടാൻ പോകുള്ളൂ. നിറയോ അല്ലെങ്കിൽ മുക്കാലൊക്കെ ഇട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ അടിയിലത്തെ ഭാഗമൊക്കെ ഇങ്ങനെ കറങ്ങുമ്പോൾ ഉണ്ട പോലെയായി പോകും. എന്നിട്ട് പൾസ് ചെയ്ത് വേണം അടിച്ചെടുക്കാനായിട്ട്. ഒരു 2 പൾസൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇങ്ങനെ വരും. പിന്നെ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ അടിക്കേണ്ടി വരും. കൂടുതലാണെങ്കിൽ പെട്ടെന്ന് വലിയ ഉണ്ടയായി പോകും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചടിക്കുക. ഞാനിവിടെ പൊടി മൊത്തം മിക്സിയിൽ അടിച്ചെടുത്തില്ല കേട്ടോ, കാരണം ഞങ്ങൾക്ക് മണിപ്പുട്ട് പോലത്തെ പുട്ടാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് വലിയ തരിയൊക്കെ കൈ കൊണ്ടൊന്ന് ഉടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ചിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡ്രൈ ആയിട്ട് വേണ്ടത്. നമുക്ക് മണിപ്പുട്ട് പോലെ ചുടാനാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കണം. പുട്ടിൻ്റെ നനവ് കറക്റ്റ് അല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഉണക്കപ്പുട്ട് പോലെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത പുട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുട്ടിന് വെറുത്ത് പോകണത് കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ ഈ പുട്ടൊക്കെ കഴിക്കാൻ പ്രത്യേകിച്ച് കറിയും പഴമൊന്നും വേണ്ട, ചായ മാത്രം മതി കേട്ടോ. പിന്നെ നമ്മൾ പൊടി വാട്ടി ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആൻഡ് നൈസായിട്ടുള്ള പുട്ട് കിട്ടും. പിന്നെ തലേന്ന് വേണമെങ്കിൽ വാട്ടി ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ.